വിജയത്തിൻ്റെ എല്ലാ തിളക്കങ്ങളെക്കുറിച്ചും പറയുമ്പോൾ 3 പേർ കൂടി അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. 3 BJP സ്ഥാനാർത്ഥികൾ. നേമത്ത് മത്സരിച്ച് ജയിച്ച രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് ജയിച്ച എം മുരളീധരൻ, ചാത്തന്നൂരിൽ ജയിച്ച ഗോപകുമാർ. ഇവർ 3 പേരുടെയും ജയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേമമണ്ഡലം പണ്ട് മുതലേ ഒരു ഗണനീയമായ BJP വോട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണയും ഇത്തവണയും അവിടെ ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. കഴിഞ്ഞ തവണ കെ മുരളീധരൻ മത്സരിച്ചു, അന്ന് ശിവൻകുട്ടി ജയിച്ചു. ഇപ്പോൾ ശബരിനാഥ് മത്സരിച്ചു. ശിവൻകുട്ടിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം കഴിഞ്ഞ 1-2 വർഷക്കാലമായി ആരോ നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു ആളിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കിടിലോൽക്കിടിലനായിട്ടുള്ള അല്ലെങ്കിൽ വൈബുള്ള ഒരു നല്ല ചുണക്കുട്ടൻ. പുള്ളിയുടെ ഭാവവും രൂപവും ഒക്കെ ഈ എഴുതുന്നവൻ്റെ മാനസികാവസ്ഥ വെച്ച് എഴുതി പോസ്റ്റ് ചെയ്തങ്ങോട്ട് ഇടുകയായിരുന്നു. ശിവൻകുട്ടിയെപ്പോലെ ഒരു സീനിയർ നേതാവ്, അത് മാത്രമല്ല ഒരു പൊതുസമവായ വോട്ടിലൂടെ അവിടെ നിന്ന് BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിച്ച് ജയിക്കുന്ന ഒരാൾ എല്ലാ രാഷ്ട്രീയ പ്രശ്നത്തിലും ഒരു DYFIക്കാരൻ്റെ നിലവാരത്തിലുള്ള പോസ്റ്റുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേജ് നിറച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു, മുൻ വർഷങ്ങളിൽ വേറെന്തെങ്കിലും കാരണങ്ങളാൽ വോട്ട് ചെയ്തവരൊക്കെ ഇപ്രാവശ്യം അദ്ദേഹത്തിനെതിരെ ആരാണോ ജയിക്കുന്ന സ്ഥാനാർത്ഥി അവർക്ക് വോട്ട് ചെയ്യും എന്ന് ഞാൻ കരുതിയതാണ്. ആ വോട്ടിങ്ങാണ് അവിടെ നടന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ അത്തരം ഈ പോസ്റ്റിടൽ വിദഗ്ധന്മാരുടെ പോസ്റ്റിടിയലിനപ്പുറത്ത് എല്ലാവരെയും ഒക്കെ ഉൾക്കൊണ്ടുപോകുന്ന ഒരു ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയമായിരുന്നു അവിടെ നടത്തേണ്ടത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിച്ചു. മറ്റൊന്ന് കഴക്കൂട്ടമാണ്, എം മുരളീധരൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പുതിയ കാലത്തെ വിദ്വേഷ തീവ്രസംഖ്യകളെപ്പോലെ അത്തരം ഭാഷ്യങ്ങൾ അധികം മുരളീധരനിൽ നിന്ന് കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ ജാതിമത ഭേദമന്യേ ചെന്ന് കാണുന്നവരെ സഹായിക്കുന്നതിനൊക്കെ താല്പര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ മത്സരിക്കാനിറക്കിയ 2 സ്ഥാനാർത്ഥികളാരാണ്? ഏത് വിവാദങ്ങൾ കേരളത്തിലുണ്ടായാലും പണ്ട് മണിച്ച മുതൽ അതിൻ്റെ ഒരു അറ്റത്ത് പിടിക്കുന്ന കടകംപള്ളി, മറ്റൊന്ന് ശരത്ചന്ദ്ര പ്രസാദ്. അപ്പോൾ സ്വാഭാവികമായും അതിനേക്കാളൊക്കെ നല്ല സ്ഥാനാർത്ഥി തന്നെയായിരുന്നു മുരളീധരൻ. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു. മറ്റൊരാൾ ഗോപകുമാറാണ്. ചാത്തന്നൂരിൽ കുറേ നാളായി പുള്ളി മത്സരിക്കുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, SNDPയുടെയൊക്കെ നേതാവായിരുന്നു. വളരെ സൗമ്യമായ പെരുമാറ്റത്തിന് ഉടമയാണ്. ആരോടും ആക്രോശിക്കാനും വെല്ലുവിളിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗോഗ്വ വിളിക്കാനും വിദ്വേഷം പറയാനും ഒന്നുമില്ലാത്തൊരാൾ. അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇത്രയും കാലം അധ്വാനിച്ച് ഇത്രയും മുതൽ മുടക്കി ഈ കേന്ദ്രത്തിലൊക്കെ 3ാമത്തെ ടേം തുടരുന്നൊരു വേളയിൽ കേരളത്തിൽ നിന്ന് ഇതുപോലെയുള്ള 3 സ്ഥാനാർത്ഥികൾ ജയിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല, ആശങ്കയുമില്ല. എല്ലാവരും കൂടി അങ്ങ് വല്ലാണ്ട് ആശങ്കപ്പെടുന്നുണ്ട്. മറ്റവരെല്ലാവരും ഇവർ വിരിയിച്ചു, അവർ താമര വിരിയിച്ചു, അതിനുത്തരവാദി ആരാണ്? കഴിഞ്ഞ ദിവസം നികേഷ് കുമാറിൻ്റെ ഒക്കെ വലിയ നെടുങ്കൻ പോസ്റ്റ് കണ്ടു. അത് ജയിപ്പിച്ചതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് ഈ ഗതി വരുത്തിയത്. ഇവരാരും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ചവരല്ല. ഇവരൊക്കെ ഇപ്പോഴത്തെ പോസ്റ്റ് മോഡേൺ സാധ്യതകളെ ഉപയോഗിച്ചവരാണ്. നികേഷ് കുമാറിൻ്റെ പേജിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം. അതിൽ കുറച്ച് പാട്ടുകൾ കിടപ്പുണ്ട്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാട്ടെന്താ? പൊന്നരിവാളമ്പിളിയിൽ കല്ലെറിയുന്നോളെ എന്നൊക്കെ പറയുന്ന അടിസ്ഥാനവർഗത്തിൻ്റെ വികാരത്തിൻ്റെ പാട്ടാണെങ്കിൽ ഇപ്പം കടലും കായലുമൊക്കെയുള്ള ചില പാട്ട് കണ്ടപ്പോൾ ഞാൻ അമരത്തിലെ പാട്ട് പോലെ എനിക്ക് തോന്നി. ആ തരത്തിലുള്ള 3-4 പാട്ടുകൾക്ക് കോടികൾ ചെലവഴിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ആസൂത്രണവും നിർവഹണവും ഒക്കെ ഏറ്റെടുത്തത് ഈ ബഹുമാനപ്പെട്ടവരായിരിക്കും. അവരുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന പിണറായി വിജയൻ സഖാവിൻ്റെ വലിയ തലയുമായി ഈ ബോർഡുകളൊക്കെ ഒരു 100 മീറ്ററിൽ 5 വെച്ച് സ്ഥാപിച്ചതുമൊക്കെ. അപ്പോൾ ഏതായാലും അതെല്ലാം കൂടെ കൂടി കിട്ടിയതിന് പകരം അതുകൊണ്ട് മറ്റവർ വാരി അവർ വാരി അങ്ങനെ വരാനൊന്നുമില്ല. ഇവർ 3 പേരും ജയിച്ചവർ മണ്ഡലത്തിൽ അധ്വാനിച്ചവരാണ്. ആ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ അവർ മോശക്കാരായ സ്ഥാനാർത്ഥികളൊന്നുമല്ല. അതുകൊണ്ട് അവർക്ക് 3 പേർക്കും ഏറ്റവും ഹൃദ്യമായ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.